അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം സൂറത്തുൽ മുൽക്ക് 22-ാമത്തെ സൂക്തം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഫമൻ യംശി, നടക്കുന്നവനാണോ, മുക്കിബ്ബൻ, നിലത്തു കുത്തിയവനായി, അലാ വജ്ഹിഹി, അവൻ്റെ മുഖം, അഹ്ദ, ഏറ്റവും നേർവഴി പ്രാപിച്ചവൻ, അമ്മൻ, അതല്ല, യംഷി, നടക്കുന്നവനോ, സവിയൻ, നേരെ, അലാ സിറാത്തിൻ, പാതയിലൂടെ, മുസ്തഖീം, നേരായ. മുഖം കുത്തി നടക്കുന്നവനാണോ അതോ നേരായ പാതയിലൂടെ നടക്കുന്നവനാണോ നേർവഴി പ്രാപിച്ചവൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കുന്നത്. സത്യത്തിന് നേരെ കണ്ണു തുറന്ന് കാണാതെ ആത്മീയ അന്ധത നടിക്കുന്ന, തങ്ങളുടെ താൽക്കാലിക വികാരങ്ങൾക്ക് അടിപ്പെടുന്ന, തെറ്റായ പാതയിൽ സഞ്ചരിക്കുന്ന ആളുകളെയാണ് മുഖം കുത്തി വീണവർ എന്ന് ഖുർആൻ ഇവിടെ പറയുന്നത്. തലകുനിച്ചാൽ കാണുക കാൽച്ചുവട് മാത്രമാണ്, മുൻഭാഗം കാണില്ല. തലകുനിച്ച് നടക്കുന്നവൻ ലക്ഷ്യമില്ലാത്തവനാണ്, എവിടെയെങ്കിലും തട്ടി വീഴുകയാണ് ചെയ്യുക. താഴേക്ക് നോക്കുന്നവൻ്റെ സ്ഥാനം എന്നും താഴെയായിരിക്കും. സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ചരിത്രത്തിൽ എന്നും പ്രവാചകന്മാരെ എതിർത്ത ഈ മുഖം കുത്തിയ ടീമുണ്ട്. സത്യത്തിന് നേരെ കണ്ണടച്ചവർ, അവർ മുന്നേറിയിട്ടില്ല, തകർന്നിട്ടേയുള്ളൂ. ദുനിയാവിലെ അഹങ്കാരികളെല്ലാം ആഖിറത്തിൽ മുഖം കുത്തി വീഴുന്ന നിലയിലാണ് ഒരുമിച്ച് കൂട്ടപ്പെടുക. അമ്മ യംഷി സവിയൻ അലാ സിറാത്തി മുസ്തഖീം, നേർവഴിയിലൂടെ സഞ്ചരിക്കുന്നവനാണോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. നേർവഴിയിലൂടെ സഞ്ചരിക്കുന്നവൻ എന്നത് മുഖം നിവർത്തി നേരെ നടക്കുന്നവൻ, മുന്നിൽ ലക്ഷ്യബോധം കാണുന്നവൻ, ഈമാൻ്റെ വെളിച്ചത്തിൽ മുന്നോട്ട് പോകുന്നവൻ, തലയുയർത്തി സുരക്ഷിതമായ പാതയിലൂടെ നീങ്ങുന്നവൻ, ദീനിൻ്റെ പാതയിൽ ജീവിക്കുന്നവൻ ഒക്കെയാണ്. നിവർന്ന് നടക്കാനുള്ള കോൺഫിഡൻസാണ് ഇസ്ലാം നൽകുന്നത്, ലക്ഷ്യബോധമാണ് ഇസ്ലാം നൽകുന്നത്. തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുന്നവർ എത്ര തന്നെ ശ്രമിച്ചാലും ആത്യന്തികമായി ജീവിതം പരാജയപ്പെടുകയേ ഉള്ളൂ. സത്യപാതയിലൂടെ സഞ്ചരിക്കുന്നവരുടെ ചെറു ചുവടുകൾ പോലും വലിയ ശ്രമങ്ങളില്ലെങ്കിലും വിജയിക്കുകയാണ് ചെയ്യുക. മുക്കിബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഫിറാണ്, മുഖം കുത്തി വീണവൻ. സെവിയൻ അലാ സിറാത്തി മുസ്തഖീം എന്നതുകൊണ്ട് മുഅ്മിനാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. മുക്കിബിൻ്റെ അന്ത്യം മോശമായിരിക്കും, ശിക്ഷയിലേക്കെത്തും. സെവിയിൻ്റെ അന്ത്യം മോക്ഷമായിരിക്കും, രക്ഷയിലേക്കെത്തും. വിശ്വാസി സ്വസ്ഥനായിരിക്കും, ആത്മീയമായ ഉദ്ധാനങ്ങളിലേക്കെത്തും. നിഷേധി അസ്വസ്ഥനായിരിക്കും, ആത്മീയമായ പതനങ്ങളിലേക്കെത്തും. ഭൗതിക മോഹങ്ങളിൽ കുടുങ്ങിയവൻ കമിഴ്ന്നു കിടക്കുന്നവനാണ്, മുഖം കുത്തി വീണവനാണ്. മുക്കിബ്ബൻ അലാ വജ്ഹിഹിയാണ്. അവൻ്റെ ആത്മാവിന് ഉയരങ്ങളിലേക്ക് പറക്കാൻ ഒരിക്കലും കഴിയില്ല. കഠിനമായ കല്ലും മുള്ളും നിറഞ്ഞ വഴിയിലൂടെ നീങ്ങുന്നവൻ വീഴുന്നത് പോലെ, അപകടം പറ്റുന്നത് പോലെ അവർ അപകടത്തിലേക്കാണ് എത്തുക. അള്ളാഹുവിൻ്റെ ഈ ചോദ്യം, ഇതിലാരാണ് നേർവഴി പ്രാപിച്ചവർ എന്ന ചോദ്യത്തിൽ തന്നെ ഉത്തരമുള്ള ചോദ്യമാണ്. നേർവഴി പ്രാപിച്ചവർ നേരെ നോക്കി നടക്കുന്നവരാണ്, നല്ല വഴിയെ കണ്ടെത്തിയവരാണ്, തല നിവർത്തി നടക്കുന്നവരാണ്, മുഖം കുത്തി വീഴുന്നവരല്ല. ആ നല്ല വഴി പ്രാപിച്ചവരിലാണ് ഉൾപ്പെടേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.